നമസ്കാരം. ഇന്ന് സൺഡേ ആണ്. അപ്പം സൺഡേ ഇന്ന് ജോലിക്ക് വരേണ്ടി വന്നു. എന്ന് വെച്ചാൽ പുറത്ത് -17 ഇന്നത്തെ ടെമ്പറേച്ചർ. അപ്പം സ്നോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ബിൽഡിംഗ് മെയിൻ്റനൻസിലായതുകൊണ്ട് ഇലക്ട്രിക്കൽ വർക്കാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഒരു ആളില്ലാത്തതിൻ്റെ പേരിൽ വന്ന് നിൽക്കുന്നതാണ്. നോർമലി മൺഡേ ടു ഫ്രൈഡേ ഉള്ളൂ ജോലി. ഇന്നിപ്പോൾ സൺഡേ രാവിലെ വന്നതാണ് 7 മണിക്ക്. -17 ആണെങ്കിലും -25 ഫീലിംഗ് ആണ് ഈ കാറ്റുള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വെതറിൽ കാണിക്കുന്നത്. മാത്രമല്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് ഒക്കെ കിട്ടും. അതായത് കൈയൊക്കെ മരവിച്ച് ഇങ്ങനെ പ്രശ്നമാണ്. അത് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ വന്ന് ഇവിടെ ഇരിക്കുക. ഒന്ന് പുറത്തൊന്നും ഇറങ്ങണ്ട, ജോലിയും ചെയ്യണ്ട. എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ചെയ്താൽ മതി. വൈകിട്ട് 3 മണി വരെയാണ് പറഞ്ഞേക്കുന്നത്. 3 മണി കഴിഞ്ഞിട്ട് വേറൊരു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കവർ ചെയ്യാമെന്ന് പറഞ്ഞു ഈവനിങ് ഷിഫ്റ്റ്. അവൻ വന്നില്ലെങ്കിൽ പെട്ടുപോയി. ഞാൻ തന്നെ ഇവിടെ നിൽക്കേണ്ടി വരും. പിന്നെ തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച രാവിലെ റെഗുലർ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 24 hours ജോലി, 24 hours 40 hours ജോലിയിൽ പെട്ടുപോകും. ജോലി ചെയ്യുന്നില്ലെങ്കിലും റെസ്റ്റ് ടൈം കിട്ടും. പക്ഷേ എമർജൻസിക്ക് വേണ്ടി സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ പോയിട്ടൊരു കാപ്പിയൊക്കെ മേടിച്ച്, നല്ല ചൂട് കാപ്പിയൊക്കെ മേടിച്ച് ഇങ്ങനെ കുടിച്ച് ഇരിക്കുക. ഒരു സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് എന്ത് സാൻഡ്വിച്ചാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ബ്രെഡല്ലേ, ബ്രെഡിനകത്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് മുട്ടയുണ്ട്, ബേക്കൺ എന്ന് പറഞ്ഞാൽ പോർക്കാണ്. ബേക്കൺ എടുത്ത് കാണിക്കാം. വേണ്ട, ബേക്കണും പിന്നെ സോൾട്ട്, പെപ്പർ, കെച്ചപ്പ്, ചീസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് പീസുണ്ട്. അതടിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പടമൊക്കെ കണ്ടങ്ങിരിക്കും. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബൈ.